CPM സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം അല്പസമയത്ത് നമുക്ക് തന്നെ കൊല്ലം ആശ്രാമം മൈതാനത്ത് നടക്കും. ഇപ്പോൾ റെഡ് വോളണ്ടിയർ മാർച്ച് അവിടേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ലിജോയുണ്ട് വിവരങ്ങൾ നൽകാനായി. ലിജോ, മാർച്ച് അവിടേക്ക് എത്തിയിട്ടുണ്ടോ? എന്താണ് ഏറ്റവും പുതിയതായി ഈ സമ്മേളന നഗരിയിൽ നിന്നും ലിജോയ്ക്ക് നൽകാനുള്ളത്? അജി കുഞ്ഞുമോൻ, 15 പ്ലറ്റൂണുകളായിട്ടാണ് ഈ റെഡ് വോളണ്ടിയർ മാർച്ച് ഇവിടേക്ക് എത്തേണ്ടത്. പക്ഷേ ഇതുവരെ എത്തിയിട്ടുള്ളത് 5 ഏരിയ കമ്മിറ്റിയിൽ നിന്നുള്ള റെഡ് വോളണ്ടിയേഴ്സ് മാത്രമാണ് എത്തിയിട്ടുള്ളത്. ഇനിയും 11 ഏരിയ കമ്മിറ്റിയിൽ നിന്നുള്ളവർ എത്തേണ്ടിയിരിക്കുന്നു. അതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അത്രത്തോളം പ്രവർത്തകരെ കൊണ്ട്, ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ തന്നെ അത്രത്തോളം പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഈ ആശ്രമ മൈതാനം. കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ മൈതാനങ്ങളിലൊന്നായ ആശ്രമ മൈതാനം. ഈ മൈതാനം വലിയ ചരിത്രമുള്ളൊരു മൈതാനമാണ്. ഇന്ദിരാഗാന്ധി ആദ്യം വന്ന് പ്രസംഗിക്കുകയൊക്കെ ചെയ്തൊരു മൈതാനം. അവിടെ എത്ര പേര്, അതായത് 1-2 ലക്ഷം പേര് വന്നാൽ പോലും അത് വളരെ വേഗത്തിൽ അവരെ ഉൾക്കൊള്ളാൻ കഴിവുള്ള ഒരു മൈതാനമാണ്. പക്ഷേ ഈ റെഡ് വോളണ്ടിയേഴ്സ് മാർച്ചിൽ ഇവിടേക്ക് വരാൻ കഴിയാത്ത അത്രയും ആളുകളെ കൊണ്ട്, അതായത് CPM പ്രവർത്തകരെയും CPM അണികളെയും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ആശ്രമ മൈതാനം. വളരെ സമയമെടുത്തുകൊണ്ടാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ഈ റെഡ് വോളണ്ടിയർ മാർച്ച് എത്തിയതിനു ശേഷം അതിന് പിന്നാലെയായിരിക്കും തുറന്ന ജീപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും PB കോർഡിനേറ്ററായിട്ടുള്ള പ്രകാശ് കാരാട്ടും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ആശ്രമ മൈതാനിയിലേക്ക് എത്തുക. അവർ എത്തിക്കഴിഞ്ഞതിന് ശേഷം സല്യൂട്ട് സ്വീകരിക്കും. സല്യൂട്ട് സ്വീകരിച്ചതിന് ശേഷമായിരിക്കും ഈ റെഡ് വോളണ്ടിയർ മാർച്ചിൻ്റെ നടപടിക്രമങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് അവർ ഇവിടെ നിന്നും മാറുക. തുടർന്ന് ഇപ്പോൾ റെഡ് വോളണ്ടിയേഴ്സ് നിൽക്കുന്ന ഈ സ്ഥലത്തെല്ലാം തന്നെ പ്രവർത്തകർക്കും അണികൾക്കും ഇരിക്കുന്നതിന് വേണ്ടിയുള്ള കസേരകളും മറ്റ് ക്രമീകരണങ്ങളും ഒക്കെ ഒരുക്കുകയും ചെയ്യും. 25,000 റെഡ് വോളണ്ടിയേഴ്സ് എന്ന് CPM പറയുമ്പോൾ അത് കൃത്യമായിട്ടുള്ള ഒരു കണക്ക് തന്നെയാണ്. കാരണം അതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ളവരെല്ലാം തന്നെ അണിനിരന്നുകൊണ്ട് ഇവരെല്ലാം തന്നെ ഏകദേശം 2-3 കിലോമീറ്ററുകളൊക്കെയാണ് മാർച്ച് ചെയ്തുകൊണ്ട് ഇപ്പോൾ ആശ്രമ മൈതാനിയിൽ അണിനിരന്നിരിക്കുന്നത്. CPM-നെ സംബന്ധിച്ച് അവരുടെ ശക്തി തെളിയിക്കുക എന്ന് പറയുന്നത് CPM-ന്റെ ഒരു കേഡർ സംവിധാനം വെച്ച് ഏറ്റവും പാടുള്ള കാര്യമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ പ്രതീക്ഷിക്കുന്നതിലപ്പുറം ആളുകളെ അവർക്ക് എത്തിക്കാനും കഴിയും. 2 ലക്ഷം പേരെത്തുമെന്നാണ് പറയുന്നത്. അത് ഈ പറയുന്ന റെഡ് വോളണ്ടിയേഴ്സിന് പുറമേയുള്ള ഒരു കണക്കാണ്. 2 ലക്ഷം പേരെത്തുമെന്ന് സംസ്ഥാന ജില്ലാ സെക്രട്ടറിയും ഒപ്പം തന്നെ സംഘാടക സമിതി ചെയർമാനുമായിട്ടുള്ള KN ബാലഗോപാലും പറഞ്ഞു കഴിയുമ്പോൾ അതവർ ഓരോ ബ്രാഞ്ചിൽ നിന്നും എടുത്തിരിക്കുന്ന കൃത്യം കണക്കുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അത്തരത്തിലൊരു കാര്യം പറയുകയും ചെയ്യുന്നത്. കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം CPM-ന്റെ ഏറ്റവും അധികം, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഏറ്റവും അധികം വേരോട്ടമുള്ള ഒരു ജില്ലയാണ്. തൊഴിലാളി വർഗത്തിലും അതായത് തൊഴിൽ മേഖലയിൽ, അതായത് കശുവണ്ടി മേഖലയിലും കയർ വ്യവസായത്തോടും ഒപ്പം തന്നെ കിഴക്കൻ മേഖലകളിലെ തോട്ടങ്ങളിലുമൊക്കെ അവിടെയെല്ലാം ശക്തി, ആ ഒരു പ്രവർത്തനത്തിലൂടെ ആ ഒരു അടിത്തറയിൽ നിന്നും വളർന്നു വന്ന CPM ഒരു കാല സമയത്തൊക്കെ തന്നെ കൊല്ലം ജില്ലയിലെ എല്ലാ നിയോജക മണ്ഡലത്തിലും അവരുടെ ഒരു ശക്തി ഉറപ്പിച്ചിരിക്കുന്നു. അപ്പോൾ അവർ ഒരു പരിപാടി നടത്തുമ്പോൾ, അല്ല ഒരു സംസ്ഥാന സമ്മേളനം ആ ജില്ലയിൽ വെച്ച് നടത്തുമ്പോൾ 3 പതിറ്റാണ്ടിന് ശേഷം 95-ന് ശേഷം നടത്തുമ്പോൾ വളരെയധികം പ്രാധാന്യമുണ്ട്. 95-ലെ സമ്മേളനവും ഈ ത്രിതല തലത്തിലുള്ള പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളുടെയൊക്കെ ഒരു അടിസ്ഥാനത്തിൽ വളരെ പ്രാധാന്യമുള്ളത് തന്നെയായിരുന്നു. ഇപ്പോഴത്തെ ഈ സംസ്ഥാന സമ്മേളനമാണെങ്കിൽ തന്നെ ആ നവകേരളത്തിൻ്റെ പുതുവഴികൾ അവതരിപ്പിച്ചുകൊണ്ട് 3ാം പിണറായി സർക്കാരിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത ഒരു റെഡ് വോളണ്ടിയർ പ്ലറ്റൂൺ കൂടെ ഈ ആശ്രമം മൈതാനിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്ലറ്റൂണുകളെല്ലാം എത്തിക്കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും പ്രധാന നേതാക്കൾക്ക് എത്താൻ കഴിയുക. ഒപ്പം തന്നെ പല പ്രവർത്തകരും 2 സ്ഥലത്തു നിന്നും അവർ ഇങ്ങോട്ടേക്ക് പ്രകടനമായി എത്തുന്നു എന്നുള്ള കാര്യമാണ് നമുക്ക് സംഘാടക സമിതിയിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അവരും അധികം വൈകാതെ എത്തിച്ചേരും. എല്ലാം കൂടിയാകുമ്പോൾ 2 ലക്ഷം എന്ന് പറയുന്ന കണക്ക് വളരെ വേഗത്തിൽ തന്നെ കടക്കും. 3000 ബസ്സുകളാണ് നിലവിൽ 166 ബ്രാഞ്ച് കമ്മിറ്റികളുടെ ബ്രാഞ്ചുകളിൽ നിന്നുമായി 3000 ബസ്സുകളാണ് നിലവിൽ ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ വരുന്ന പ്രവർത്തകരുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ 2 ലക്ഷം കടക്കും. മാത്രമല്ല മറ്റു ജില്ലകളിൽ നിന്നും രാവിലെ മുതൽ തന്നെ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തകർ ഈ ഒരു വശം, അതായത് നേരത്തെ ഇവിടെ ചുവന്ന കാർപ്പറ്റായിരുന്നു, പരവതാനി ആയിരുന്നു വിരിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ ഇവിടെ ചുവന്ന വസ്ത്രം ധരിച്ച റെഡ് വോളണ്ടിയേഴ്സിനെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. വീണ്ടും ഒരു ചെങ്കടലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ചവറയെ പ്രതിനിധീകരിച്ചുള്ള ആളുകളും ഇവിടേക്ക് എത്തുകയും ചെയ്യുകയാണ്. കൊല്ലം ജില്ലയിൽ CPM-ന്റെ സംസ്ഥാന സമ്മേളനം നടക്കുകയാണ്. അപ്പോൾ ആ സംസ്ഥാന സമ്മേളനത്തിൻ്റെ അവസാന ദിവസം അത് ഏറ്റവും മനോഹരമാക്കുക എന്ന് പറയുന്നത് സംഘാടക സമിതി ചെയർമാൻ എന്ന് പറയുന്നത് KN ബാലഗോപാലാണ്. അപ്പോൾ ധനമന്ത്രിയാണ്. ധനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം, കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ ദിവസം സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞത് കേരളത്തിൽ ഏറ്റവും അധികം ഇടതുപക്ഷ മനസ്സുള്ള ഒരു ആളുകളുള്ള ജില്ലയെന്ന് പറയുന്ന കൊല്ലമാണ്. അവിടെ നടക്കുമ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ ചെങ്കടലായി മാറിയിരിക്കുകയല്ലേ ഗോപാൽ? തീർച്ചയായിട്ടും മുൻ ജില്ലാ സെക്രട്ടറിയാണ് CPM-ന്റെ KN ബാലഗോപാൽ. അദ്ദേഹം ജില്ലയെ പ്രതിനിധീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മണ്ഡലത്തിൽ
മണ്ഡലത്തിലെ ഒരു MLA-യും മന്ത്രിയുമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊല്ലത്തേക്ക് സംസ്ഥാന സമ്മേളനം എത്തുന്നു. 95-ന് ശേഷം ഇപ്പോൾ കൃത്യം പറഞ്ഞാൽ 30 വർഷം എടുക്കുമ്പോഴാണ് ഈ സമ്മേളനം എത്തുന്നത്. അപ്പോൾ അതിനെ അങ്ങ് ചെറുതാക്കി കണ്ടുകൊണ്ട് എങ്ങനെയെങ്കിലും നടത്തി തീർക്കാൻ കൊല്ലംകാർ, പ്രത്യേകിച്ച് കൊല്ലത്തെ CPM തയ്യാറാവുകയില്ല. കാരണം അങ്ങനെ ഒരു ചെറിയ ചരിത്രമൊന്നും പറയാനുള്ള, അതായത് വിപ്ലവത്തിൻ്റെ ചെറിയ ചരിത്രമൊന്നും പറയാനുള്ള നാടല്ല. KPSC-യുടെ വലിയ നാടക ചരിത്രമുള്ള, കശുവണ്ടി തൊഴിലാളികളുടെ വലിയ വിപ്ലവ സമരങ്ങൾ ഉണ്ടായിട്ടുള്ള, തൊണ്ട് തല്ലി ചകിരിനാര് അത്തരത്തിലേക്ക് തങ്കമാക്കും കൈകളെ എന്ന തരത്തിലേക്ക് മുദ്രാവാക്യങ്ങൾ ഉയർന്നു കേട്ട ഓരോ തോട്ട തൊഴിലാളികളുടെ സമരങ്ങൾ ഏറെ ഉണ്ടായിട്ടുള്ള, അത്തരത്തിൽ വലിയ സമര പാരമ്പര്യവും ചരിത്രവും പറയാനുള്ള കൊല്ലത്തിൻ്റെ മണ്ണിലേക്ക് സമ്മേളനം എത്തുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കണക്ക് 2.25 ലക്ഷം പേരാണ് നിരത്തും ആശ്രാമം മൈതാനത്ത് ഈ സമാപന സമ്മേളനത്തിൽ എന്നാണ് CPM മുന്നോട്ട് വെച്ചിരിക്കുന്ന വെല്ലുവിളി. അങ്ങനെ ഒരു വെല്ലുവിളി CPM വയ്ക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അതിൽ കൃത്യമായ പ്ലാനിങ് 6 മാസം മുൻപേ തുടങ്ങിയതാണ്. കൊല്ലത്തെ സമ്മേളനത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ അടിത്തട്ടിലെ ബ്രാഞ്ചുകൾ പരിശോധിച്ചാൽ നമുക്കറിയാൻ സാധിക്കും. ആ ക്യാമ്പയിനുകൾ കൃത്യമായി ഓരോ ലോക്കൽ കമ്മിറ്റി അംഗത്തിനും ഓരോ ബ്രാഞ്ചിൻ്റെ ചുമതല ഇട്ടുകൊടുത്തുകൊണ്ട് ഓരോ ലോക്കൽ സെക്രട്ടറിമാരും ഓരോ ബ്രാഞ്ചുകളിലും നേരിട്ടെത്തി ഇങ്ങനെയാണ് നമ്മൾ സമ്മേളനം നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്ന തരത്തിലേക്ക് നേരിട്ടെത്തി ആ സമ്മേളനത്തിൻ്റെ രീതികൾ വിശദീകരിച്ചുകൊണ്ട് ഓരോ കമ്മിറ്റികൾക്കും ഓരോ ക്യാമ്പയിനുകൾ, ഓരോ ഇവൻറ്റുകൾ വെച്ച് നടത്താൻ ഏൽപ്പിച്ച് പിരിവായ തുക ഇത്ര ഏൽപ്പിച്ചുകൊണ്ട് അങ്ങനെ ഒരു അച്ചടക്കത്തോടു കൂടി കൃത്യമായ സംഘടനാ മികവോടുകൂടി തന്നെ ഉണ്ടായി വന്നൊരു സമ്മേളനത്തിൻ്റെ ഔട്ട്പുട്ടാണ് നമ്മൾ ഈ കാണുന്നത്. അത് ഒരു ദിവസം കൊണ്ടുണ്ടായി വന്നതല്ല, പെട്ടെന്ന് അങ്ങ് തയ്യാറാക്കി എടുത്തതുമല്ല. പിന്നീട് ഇനിയിപ്പോൾ ഇന്നത്തെ ദിവസം മൊത്തം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ സമാപന സമ്മേളനത്തിൽ ഇന്ന് 2 മണിയോടുകൂടി തന്നെ പ്രകൃതി സമ്മേളനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പൂർത്തിയായി. MP ഗോവിന്ദൻ്റെ വാർത്താ സമ്മേളനം കഴിഞ്ഞതോടുകൂടി തന്നെ എങ്ങനെയാണ് ഈ സമ്മേളനത്തിൽ പൂർണ്ണമായിട്ടുള്ള റിസൾട്ട് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ആരൊക്കെ സംസ്ഥാന സമിതിയിലേക്ക് എത്തി, ആരൊക്കെ സെക്രട്ടറിയിലേക്ക് എത്തിയെന്നൊരു വ്യക്തത നമുക്കുണ്ടായി. ആ സമയം, അതായത് അകത്ത് MP ഗോവിന്ദൻ്റെ വാർത്താ സമ്മേളനം നടക്കുമ്പോൾ പുറത്ത് റെഡ് വാളണ്ടിയേഴ്സിൻ്റെ ബാൻഡ് മേളം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ആ ബാൻഡ് മേളം എന്ന് പറയുന്ന സൂചന 3 മണിക്ക് ആരംഭിക്കുമെന്ന് പറഞ്ഞ റെഡ് വാളണ്ടിയർ മാർച്ച് 3 മണിക്ക് ആരംഭിച്ചു. 2 ഇടങ്ങളിൽ നിന്നായിട്ടാണ് റെഡ് വാളണ്ടിയർ മാർച്ച് ആരംഭിച്ചിരിക്കുന്നത്. 17 പ്ലാറ്റൂണുകൾ, 25,000 റെഡ് വാളണ്ടിയർമാർ. അത് കണക്ക് കൂട്ടിയാണ് ഏകദേശം 1470ഓളം റെഡ് വാളണ്ടിയേഴ്സാണ് ഒരു ഏരിയ കമ്മിറ്റി കോട്ടയിട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്കത് ഏറെക്കുറെ കാണാൻ സാധിക്കും. ഒരു പ്ലാറ്റൂണിൽ തന്നെ 6 നിരയോളമുണ്ട്. 6 നിരയിലായി നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു വലിയ പ്ലാറ്റൂണാണ് നിശ്ചയിച്ച് നൽകിയിരിക്കുന്നത്. കൊല്ലം ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്ന് ഒരു ബാച്ചും അതിനോടൊപ്പം തന്നെ ഇപ്പുറത്ത് മൈതാനത്ത് 2ാമത്തെ പ്ലാറ്റൂണും എന്ന നിലയ്ക്കാണ് ഈ റെഡ് വോളണ്ടിയർ പ്ലാറ്റൂണുകൾ ഉണ്ടായിരിക്കുന്നത്. അങ്ങ് കുളത്തൂപ്പുഴ മുതൽ ഇങ്ങേയറ്റം കാപ്പിൽ വരെയുള്ള കൊല്ലം നീണ്ടു നിവർന്ന് കിടക്കുന്ന തീരദേശവും മലയോര മേഖലയും കിഴക്കൻ മേഖലയും എല്ലാ തരത്തിലുമുള്ള ജനവിഭാഗങ്ങൾ ജീവിക്കുന്ന ഒരു ജില്ലയാണ് കൊല്ലം. അപ്പോൾ ആ എല്ലാ മേഖലകളിൽ നിന്നുള്ള കൃത്യമായിട്ടുള്ള ജനപങ്കാളിത്തം ഉറപ്പാക്കാൻ CPM-ന് ഇതിൽ സാധിച്ചിട്ടുണ്ട്. അതാണ് ഈ 2 ലക്ഷത്തിന്റെ കണക്കായി നമ്മൾ കാണുന്നത്. ഈ